പഴയ പാഠപുസ്തകങ്ങളിലൊന്നിൽ പഠിച്ച ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു കഥയാണ് സ്വാർത്ഥനായ രാക്ഷസൻ്റെ കഥ. പൂത്തുലഞ്ഞ തൻ്റെ ഉദ്യാനത്തെ കുട്ടികൾ കളിസ്ഥലമാക്കിയത് രാക്ഷസന് തീരെ പിടിച്ചില്ല. കുട്ടികൾക്ക് പടിയടച്ച് രാക്ഷസൻ മതിലുകെട്ടി. തൻ്റെ ഉദ്യാന ഭംഗി തനിക്ക് വേണ്ടി മാത്രം എന്ന് അദ്ദേഹം കരുതി. മതിലു ചാടുന്നവന് കഠിന ശിക്ഷ എന്ന ബോർഡും അദ്ദേഹം വച്ചു. പിറ്റേ വർഷം എന്നാൽ ഉദ്യാനം പൂത്തില്ല. പൂമ്പാറ്റകൾ വിരുന്നു വന്നില്ല. പുല്ലുകൾ മുളച്ചില്ല. കിളികൾ പറന്നില്ല. വൃക്ഷങ്ങൾ തലയനക്കിയില്ല. വർഷങ്ങൾ കടന്നുപോയി. തൻ്റെ ഉദ്യാനത്തിന് എന്തു പറ്റിയെന്നറിയാതെ രാക്ഷസൻ വിഷമത്തിലായി. ഒരു പ്രഭാതത്തിൽ ഉദ്യാനമാകെ പൂത്തുലഞ്ഞു. ജനലിലൂടെ നോക്കിയ രാക്ഷസൻ ഓരോ മരത്തിലും കളിക്കുന്ന കുട്ടികളെ കണ്ടു. കുഞ്ഞുങ്ങൾക്ക് പടിയടച്ചതാണ് ഉദ്യാനത്തെ ഊഷരമാക്കിയതെന്ന് രാക്ഷസന് മനസ്സിലായി. കൂട്ടുകൂടുവാൻ ഓടി വന്ന രാക്ഷസനെ കണ്ട് കുഞ്ഞുങ്ങൾ ചിതറിയോടി. ഏറെ ഓടാൻ കഴിയാഞ്ഞ ഒരു പിഞ്ചു ബാലൻ മാത്രം തോട്ടത്തിൽ അവശേഷിച്ചു. അവനെ എടുത്തുയർത്തി രാക്ഷസൻ മരക്കൊമ്പിലിരുത്തി. തോട്ടമാകെ വീണ്ടും പൂത്തുലഞ്ഞു. കൊച്ചുകുഞ്ഞ് തൻ്റെ പിഞ്ചിളം കൈകൾ കൊണ്ട് രാക്ഷസൻ്റെ മുഖത്ത് ഉമ്മ വെച്ചു. മറ്റെല്ലാ കുട്ടികളും സാവകാശം അടുത്തു വന്നു. രാക്ഷസൻ എല്ലാവരുമായി സ്നേഹത്തിലായി. എന്നാൽ ആ പിഞ്ചു ബാലനെ പിന്നീട് ഒരിക്കലും കണ്ടില്ല. രാക്ഷസൻ വൃദ്ധനായി, മരണാസന്നനായി. ഒരു നാൾ ആ പഴയ മരച്ചുവട്ടിൽ അതാ ആ പിഞ്ചു ബാലൻ വീണ്ടും. രാക്ഷസൻ ഓടിയെത്തി. അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കണ്ട് രാക്ഷസൻ ആളെ മനസ്സിലായി. അന്ന് രാത്രി രാക്ഷസൻ മരിച്ചു. ആ മൃതദേഹം വെള്ളപ്പൂക്കൾ വീണു മൂടി. ദൈവം വളർത്തിയ ഏദൻ തോട്ടമായിരുന്നു ഈ ലോകം. മനുഷ്യൻ മതിലുകൾ കെട്ടി പലരെയും പടിയിറക്കി. പലർക്കും മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചു. സത്രത്തിൽ പോലും ഇടം കിട്ടാതെ മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ പൂർണ്ണ ഗർഭിണികൾ പോലും തെരുവിലേക്ക് പുറന്തള്ളപ്പെടാൻ മാത്രം മനുഷ്യൻ്റെ സ്വാർത്ഥത വർദ്ധിച്ചു. ലോകത്തിൻ്റെ വസന്തമെല്ലാം അസ്തമിച്ചു. നന്മയുടെ പൂക്കളൊന്നും വിരിയാതായി. പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിലിനെ പോലും ശത്രു സൈന്യത്തിൻ്റെ കാഹളമായി തെറ്റിദ്ധരിച്ച് സകല കുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ കൽപ്പനയിറങ്ങുന്ന രാക്ഷസന്മാർ നാടുവാഴുന്ന കാലമായിരുന്നു അത്. വസന്തം പടിയിറങ്ങി. മരണം പറന്നിറങ്ങി. ആ തോട്ടത്തിലേക്ക് 1000 വസന്തങ്ങളുടെ നിറവുമായി ഒരു പിഞ്ചുബാലൻ കടന്നു വന്ന ദിനമാണ് ക്രിസ്തുമസ്. അവൻ വന്നപ്പോൾ പറുദീസ വീണ്ടും വന്നു. നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും പടയിറങ്ങിപ്പോയ വസന്തം തിരിച്ചു തരാനാണ് ഉണ്ണീശോ ക്രിസ്മസ് രാവിൽ പിറന്നത്. ഈ സത്യം നമുക്ക് മറക്കാതിരിക്കാം.